ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? ഞാനിന്നേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കാവേ. എല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഇവിടെ നമുക്ക് സാർഡൈന് ടിന്നി കിട്ടും. നമ്മുടെ നാട്ടിലെ മത്തിയില്ലേ, അത് സൺഫ്ലവർ ഓയിലിനകത്തും ഉണ്ട്, ടൊമാറ്റോ പേസ്റ്റിനകത്തുള്ളതും ഉണ്ട്. ഇത് ടൊമാറ്റോയ്ക്കകത്തുള്ളതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇതിനകത്ത് ടൊമാറ്റോ ഒന്നും പ്രത്യേകിച്ച് അരിഞ്ഞിടണ്ട, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണേ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമുക്ക് മീൻകറിക്ക് അരിയുന്നത് പോലെ ശകലം കുഞ്ഞുള്ളിയും ശകലം ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് തക്കാളിയുടെ ആവശ്യമില്ല, ഇത് ഓൾറെഡി തക്കാളി സോസിനകത്തുള്ള മത്തിയാണ് കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെ ഉലുവയും കടുകയും ഇട്ട് നന്നായിട്ട് പൊട്ടിക്കണം. പൊട്ടി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഗാർലിക്കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഞാനെല്ലാം ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ഒന്നും അല്ല അരിഞ്ഞു വെക്കുന്നത്, ഞാനെല്ലാം കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ വഴറ്റിക്കൊണ്ടിരിക്കുവാണേ. ഇത് പെട്ടെന്നാകുന്ന കറിയാണ് കേട്ടോ. നമ്മൾ സാധാ ഇടുന്ന പൊടികളെല്ലാം ഞാൻ കുറേശ്ശെ ഇട്ട് കേട്ടോ. കാശ്മീർ ചില്ലി, ശകലം ഫിഷ് മസാല, ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ടിന്നിനകത്ത് ഈ സാർഡൈൻ ഇരിക്കുന്നത്. അതായത് ഇതിനകത്ത് ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്നതാണേ, അപ്പോൾ പിന്നെ ടൊമാറ്റോയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചിട്ട് ഈ ഫിഷ് അതിനകത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ. കറി റെഡിയാണേ. ഞാനത് 1-2 ചെറിയ പീസ് നമ്മുടെ കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 ചെറിയ അല്ലി കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇടാം കേട്ടോ. മീൻകറിക്ക് നല്ല കളറായേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൊമാറ്റോ പേസ്റ്റിനകത്ത് കിടക്കുന്ന ഫിഷ് ആയതുകൊണ്ട് നല്ല കളറുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഫ്രഷ് മീനാണ് എപ്പോഴും നല്ലത്. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാം. നമുക്ക് മലയാളികൾക്ക് മീൻകറി എന്ന് പറയുന്ന ഒരു വികാരം തന്നെയല്ലേ. മീനിൻ്റെ ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ തോന്നുമല്ലോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഇവൻ നമ്മൾ പെറോട്ടയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള കറിയാണേ. ഒന്നുകൂടെ ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകട്ടെ. നന്നായി തിളച്ച് വന്നാലൊരു 2 മിനിറ്റ് കൂടെ കിടന്ന് തിളക്കട്ടെ. ഇത് ഓൾറെഡി വെന്ത ഫിഷാണല്ലോ. അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ മീൻകറി റെഡിയായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കെപ്പോഴും ഫ്രഷാണ് നല്ലത്. പക്ഷേ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഒരു കറി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് 3-4 ടൺ വാങ്ങിച്ച് വെച്ചാൽ ഉണ്ടാക്കാം. ഇവിടെ എൻ്റെ മൂത്ത മോന് മത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫിഷാണ് മത്തി. അപ്പം ഞാനതുകൊണ്ട് മത്തി ഫ്രഷ് കിട്ടിയാൽ വാങ്ങിക്കും. പിന്നെ ഇങ്ങനെ തിന്നിടയ്ക്ക് 3-4 പാക്കറ്റ് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ഓക്കെ, എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.